So in this video we will be looking on the electrical properties of colloids. So colloidal particles in a same type of charge ആയതുകൊണ്ട് തന്നെ dispersion medium colloidal particles in a same charge ആയിരിക്കും, dispersion medium same magnitude opposite charge ആയിരിക്കും ഉണ്ടാവുന്നത്. So ഒരു colloidal solution electrically neutral ആണ് അല്ലേ, രണ്ടും ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ദിസ് ഈസ് ദ റീസൺ വൈ കൊളോയിഡൽ സൊല്യൂഷൻസ് ഹാവ് സ്റ്റേബിൾ. അൺസ്റ്റേബിൾ അല്ലല്ലോ, നമ്മൾ ആദ്യം ഇനിഷ്യൽ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. സോ സ്റ്റേബിൾ ആവേണ്ട റീസൺ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ റിപ്പൽഷൻ ഉണ്ടെങ്കിൽ പോലും റിപ്പൽ രണ്ടുപേരും തമ്മിൽ ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് തന്നെ റിപ്പൽ ചെയ്യും പരസ്പരം, പക്ഷേ അവർക്ക് ടുഗെദർ ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും സെറ്റിലിംഗ് എന്ന് പറയുന്ന സംഭവം കൊളോയിഡൽ സൊല്യൂഷൻസിൽ വർക്ക്ഔട്ട് ആവുന്നില്ല. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ, കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഫെറിക് ഹൈഡ്രോക്സൈഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും, അവർക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, പക്ഷെ വരുന്ന ഡിസ്പേർഷൻ മീഡിയത്തിന് അവിടെ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, ഇനി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉള്ളതുകൊണ്ടാണല്ലോ അത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. സോ ഹൗ ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അക്യൂർ ചാർജ്, അതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു മേജർലി 3 റീസൺസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ചാർജ് അക്യൂർ ചെയ്യാൻ മേജറായിട്ട് 3 കാരണങ്ങളാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഡ്യൂ ടു ദ ഡിസോസിയേഷൻ ഓഫ് അഡ്സോർബ്ഡ് മോളിക്കുലർ ഇലക്ട്രോലൈറ്റ്സ്. ഡിസോസിയേഷൻ ഓഫ് അഡ്സോർബ്ഡ് മോളിക്കുലർ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് റിയാക്റ്റന്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യേണ്ട ടെൻഡൻസി, അട്രാക്ട് മീൻസ് ഇൻ എ സെൻസ് അബ്സോർബ് ചെയ്യേണ്ട ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് ഡിസോസിയേഷൻ അസോസിയേഷൻ അണ്ടർഗോ ചെയ്ത് ചാർജ് ഇമ്പാർട്ട് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് റീസൺ why the colloidal particles acquire charge is due to the dissociation of adsorbed molecular ഇലക്ട്രോലൈറ്റ്സ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതെങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുന്നതെന്ന് ചോദിച്ചാൽ, കൊളോയിഡൽ പാർട്ടിക്കിൾസിന് എന്താണ് നമ്മുടെ റിയാക്റ്റന്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്യേണ്ട ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ അബ്സോർബ്ഡ് മോളിക്യൂൾസ് ഡിസോസിയേഷൻ അയനൈസേഷൻ ഇമ്പാർട്ട് ചെയ്ത് ചേഞ്ചസ് ഡിസോസിയേഷൻ അയനൈസേഷൻ അണ്ടർഗോ ചെയ്ത് ചാർജ് ഇമ്പാർട്ട് ചെയ്യിക്കും. എക്സാമ്പിൾ സൾഫൈഡ് സോൾസ് ആണ് പറയുന്നത്. H2S ഇത് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ അണ്ടർഗോ ചെയ്ത് അയനൈസേഷൻ നടത്തി H+ അയോൺസ് മീഡിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യിക്കും. അങ്ങനെ അതിൻ്റെ റീസൺ ആയിട്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസിന് എന്തായിരിക്കും നെഗറ്റീവ് ചാർജ്, H+ പോസിറ്റീവ് ചാർജ് അല്ലേ. മീഡിയത്തിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ഓപ്പോസിറ്റ് ആൻഡ് സെയിം ആയിരിക്കും, ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആയിരിക്കും. സോ നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. Second reason is due to the dissociation of molecules forming colloidal aggregates. സോപ്പ് ഒരു എക്സാമ്പിൾ ആണ്. സോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് RCOONA എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്, പെട്ടെന്ന് അഗ്രിഗേഷൻ ഉണ്ടാകും. കൊളോയിഡൽ പാർട്ടിക്കിൾസിന് അഗ്രിഗേറ്റ് ചെയ്ത് മോളിക്യൂൾസിനെ ഡിസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചാർജ് ഇമ്പാർട്ട് ആവാൻ ഒരു റീസൺ ആവുന്നുണ്ട്. സോ ഇവിടെ RCOONA ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു നെഗറ്റീവ് പാർട്ടും സോഡിയം പോസിറ്റീവ് അയോണും ഫോം ചെയ്യും. ഈ അഗ്രിഗേഷൻ മിസെല്ലി ആയിട്ട് കമ്പൈൻ ചെയ്ത്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷൻ ചാർജ് അക്യൂർ ചെയ്യേണ്ട റീസൺ എന്ന് പറയുന്നത് ഇതാണ്. വൺ ഓഫ് ദി റീസൺ ഇതാണ്. ദി തേർഡ് റീസൺ ഇസ് ഡ്യൂ ടു ദി പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫോം ഫ്രം സൊല്യൂഷൻ. പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് അയോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സസ് ആയിട്ടുള്ള അയോൺസ് ആയിരിക്കും കൊളോയിഡൽ പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, എക്സസ് ആയിട്ടുള്ളത് മാത്രമല്ല കോമൺ ആയിട്ടുള്ളതും. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലായി. ഇപ്പം ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ സോൾ എടുക്കുവാണ്, നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനിൽ ഫെറിക് ക്ലോറൈഡും വാട്ടർ വെച്ചാണ് ഹൈഡ്രലൈസ് ചെയ്താണ് നമുക്ക് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഈ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിന് Fe3+ അയോൺസിനെ അബ്സോർബ് ചെയ്യേണ്ട ടെൻഡൻസി കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സോളിലും സൊല്യൂഷനിലും ഒരുപോലെ വരുന്ന അയോൺ ആണ് Fe3+. സോ അവിടെ Fe3+ അയോണിനെ അബ്സോർബ് ചെയ്യേണ്ട ടെൻഡൻസി കൂടുന്നതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ട, പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഒരു റീസൺ ആണ് ചാർജ് ഇമ്പാർട്ട് ചെയ്യുന്നതിന്. വേറൊരു എക്സാമ്പിൾ നോക്കാം, AgCl എന്ന് പറയുമ്പോൾ ക്ലോറിൻ എടുക്കുവാണെങ്കിൽ
KCl ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്ലോറിൻ അബ്സോർബ് ചെയ്യും. AgNO3 ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ സിൽവർ Ag അബ്സോർബ് ചെയ്യും. അതായത് ഇത്രേ പറയുന്നുള്ളൂ. കൊളോയിഡൽ പാർട്ടിക്കിൾസ് എക്സസ് ആയിട്ടോ കോമൺ ആയിട്ടോ വരുന്ന പാർട്ടിക്കിൾസിനെയാണ് അബ്സോർബ് ചെയ്യാൻ കാണിക്കുന്ന ടെൻഡൻസി കൂടുതൽ. ദാറ്റ് ഈസ് പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതും ഈ ചാർജ് ഉള്ള റീസൺ ആണ്. ചാർജ് ആണ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ആക്ച്വലി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഒരു ഡീറ്റെയിൽ ഓൺ ടോപ്പിക് ആണ്. ഇനിയൊന്നും 10ലോ +2ലോ വി ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഹാഫ് പോർഷൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. 4 ടൈപ്സ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതിലൊന്നാണ് ഓസ്മോസിസ്. സോ ഇവിടെ ഞാൻ ഇൻ ബ്രീഫ് ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. സോ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നേച്ചർ ഓഫ് സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി number of moles of solute and do not depend on the nature of solute. So colloids are not simple molecules, they are aggregation of molecules. Hence all colloidal dispersions have low value of osmotic pressure, depression in freezing point, elevation in boiling point. ഇതെല്ലാം എന്താണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് അല്ലേ? ഈ ഡീറ്റെയിൽ ഓൺ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ നമ്മുടെ ബേസിസിൽ പഠിച്ചിട്ടുണ്ട്. സോ കൊളോയിഡൽ ഡിസ്പേർഷൻ, കൊളോയിഡൽ സൊല്യൂഷൻസിന് എന്താണ് വരുന്നത്? ലോ വാല്യൂസ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അഗ്രിഗേഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. കൊളോയിഡ്സ് എന്ന് പറയുന്ന സിമ്പിൾ മോളിക്യൂൾസ് അല്ല, അവിടെ ഒരുപാട് അഗ്രിഗേഷൻ ഓഫ് മോളിക്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലോ ആയിരിക്കും. ഓക്കെ.